ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കണോ? ഞാൻ സുഖമായിരിക്കുന്നു. ഞാൻ 2-3 ദിവസമായിട്ടേ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. പിന്നെ നമ്മുടെ അഖിൽ മാരാറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, അഖിൽ മാരാർ ഇപ്പോൾ പ്രസവം എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ സിസേറിയൻ ആണെങ്കിൽ പുള്ളി നോക്കില്ല. സുഖപ്രസവമാണെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചെന്ന ഒരു പുഷ്പം എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ പോലെ കുട്ടീൻ്റെ അടുത്ത് വെച്ച് തരും എന്നാണ് പുള്ളി പറയണത്. പണ്ടുള്ളവർ മാത്രം പ്രസവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും പ്രസവം എന്ന് പറഞ്ഞാൽ പേടിയാണ്. പിന്നെ ഒരു തരം ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്. കല്യാണം വേണ്ട. പിന്നെ അതുപോലെ പ്രസവിക്കണതേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടമല്ല, ഗ്ലാമർ പോകും, അങ്ങനെ എല്ലാം മൈൻഡെല്ലാം പുള്ളി ഇങ്ങനെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അഖിൽ മാരാറിനും 2 പെൺകുട്ടികളല്ലേ ഉള്ളത്. അപ്പോൾ ഭാവിയിൽ ഇപ്പോൾ അവർ കല്യാണം വേണ്ട, അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾ ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് അതൊക്കെ അവരുടെ കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ എനിക്കത് ചോദിക്കണേലും എനിക്കും വിഷമമുള്ള കാര്യമുണ്ട്. പക്ഷേ എനിക്കത് ചോദിച്ചേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു അമ്മയാണ്, 2 കുട്ടികളുടെ ഒരമ്മയാണ്. ഇപ്പം എൻ്റെ മോള് പറയാറുണ്ട്, എനിക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യമില്ല അമ്മ. എങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ കല്യാണം വേണ്ടെന്ന് പറയാം? അങ്ങനെ അത് അവരുടെ ഇഷ്ടമാണ്. പിന്നെ പ്രസവിക്കണ്ടെന്ന് ചിലവർ തീരുമാനം എടുക്കണത് അവർക്കത് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭംഗി നഷ്ടപ്പെടുമോ, ശരീര ഭംഗി നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മളൊന്ന് സെറ്റാവാതെ കല്യാണം മാത്രം കഴിച്ച് കുറച്ച് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഡ്രസ്സ് കൊടുക്കണം, അതനുസരിച്ച് പഠിപ്പ് കാര്യങ്ങൾ ഇതെല്ലാം അവർക്ക് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി അധികാരികമായിട്ട് ചിന്തിക്കണ കുട്ടികൾ അങ്ങനെ ഇപ്പോൾ വേണ്ട, കുറച്ചും കൂടി ജോലി കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും കൂടി എല്ലാം സെറ്റായിട്ട് മതി, അല്ലെങ്കിൽ സെറ്റിലായിട്ട് മതി എന്നൊക്കെ ചിന്തിക്കണ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അതിനൊന്നും തെറ്റ് പറയരുത് അഖിൽ മാരാർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും നമ്മൾ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. താങ്കളൊരു അടിച്ചേൽപ്പിക്കലാണ് ഇപ്പം നടത്തുന്നത്. സുഖപ്രസവം അഖിൽ മാരാർ എത്ര സുഖപ്രസവം കൊടുത്തിട്ടുണ്ട്, എത്ര പ്രസവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തൻ്റെ ഇപ്പോൾ ഒരു വിവരമില്ലായ്മയാണ് ഇതിൽ കൂടെ ജനങ്ങൾ അറിയണത്. താൻ ഇത്രയും വിവരമില്ലാത്ത ഒരാളായിരുന്നു എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഒട്ടും സുഖമില്ലാത്ത പ്രസവമാണ് സുഖപ്രസവം എന്ന് പറഞ്ഞത്. പണ്ട് ആരോ പറഞ്ഞു വെച്ചൊരു മിത്താണത്. കാരണം എന്ന് വെച്ചാൽ പണ്ട് വീടുകളിൽ പണിയെടുക്കണം. ഒന്നാമത്തെ കാര്യം, പകലുറക്കം പാടില്ല. പണ്ടുള്ള അമ്മൂമ്മമാരോടും ഒക്കെ ചോദിച്ചറിയാൻ പറ്റും. ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഉറങ്ങാൻ പാടില്ല. പിന്നെ 7 മാസം കഴിഞ്ഞാൽ അധികം ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെന്താ, പണിയെടുക്കണം, നിനക്ക് പ്രസവിക്കണോ എങ്കിൽ നീ പണിയെടുത്തോ, സുഖപ്രസവമായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പണ്ട് കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെതിക്കാൻ പോവല്, കൊയ്യാൻ പോവല്, അങ്ങനെ കുറച്ച് പണികളെല്ലാം പണ്ട് കാലത്തെ എല്ലാം ഉണ്ടായിരുന്നു. ഇവരെന്ന് വെച്ചാൽ ആ വയറും വെച്ചിട്ട് ഒന്നേന്ന് തുടങ്ങി ഈ 9 മാസം വരെ അവർ വയറും വെച്ച് താങ്ങി ഉള്ള പണിക്കും പോകും. ഇപ്പത്ത് വന്നിരുന്ന് പ്രസവിക്കുക പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് സുഖപ്രസവമല്ല, അത് ഒരു തരം പീഡനവും. പിന്നെ ഒട്ടും സുഖമില്ല അഖിൽ മാരാറെ പ്രസവത്തിന് കേട്ടാ. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ നിന്നെല്ലാം വന്ന ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഇരിക്കുമ്പോൾ സ്വന്തം അമ്മനോട് തന്നെ ചോദിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഭാര്യനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും സുഖം ഉണ്ടായിരുന്നു സുഖപ്രസവത്തിന്. ഒട്ടും ഇല്ലെന്നേ പറയുള്ളൂ. കാരണം പണ്ട് കാലം അപ്പം അങ്ങനെയായിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഒന്നേന്ന് തുടങ്ങി നമ്മൾ ഡോക്ടറിനെ കണ്ട് സ്കാനിങ്, റെസ്റ്റ് വേണമെങ്കിൽ റെസ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പണ്ട് കാലത്ത് കുറേ അമ്മമാർ മരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. കാരണം വയറ്റാട്ടികളായിരിക്കുമല്ലോ, വീട്ടിൽ തന്നെയല്ലേ പ്രസവം നടക്കുന്നത്, ഒരു ഹോസ്പിറ്റലിൽ പോലും ഉണ്ടാവില്ല. പിന്നെ ഈ കടത്തെല്ലാം ഇറങ്ങി വരുമ്പോഴും ഒക്കെ അങ്ങനെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴല്ലേ ഈ റോഡ് പണി കറക്റ്റായി, പിന്നെ കുറേ നാൾക്ക് പിന്നെ ഇപ്പോൾ പാലം എല്ലാം ഉണ്ട്, ഇപ്പോൾ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അനവധി ഡോക്ടർമാരുണ്ട്, കുറേ ഹോസ്പിറ്റലുകളുണ്ട്, ഇനിയും പണിതുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ സൗകര്യങ്ങൾ കൂടി. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അറിവും ബോധവും ഉള്ള ആൾക്കാരെ ഈ നാട്ടിൽ ഉണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് അറിവില്ലാത്തതും അറിവുള്ള ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാവരും അറിവ് വെച്ച് തുടങ്ങി. പക്ഷെ അഖിൽ മാരാറിനെ പോലെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും അറിവില്ല എന്ന് പറഞ്ഞ കഷ്ടം തന്നെ തോന്നുന്നുണ്ട്. ഇപ്പോ എന്താ
എൻ്റെ അമ്മ തന്നെ, എൻ്റെ അമ്മ എൻ്റെ ചേച്ചിനെ ഫസ്റ്റ് പ്രസവിച്ചു. രണ്ടാമത്തെ ഒരു ആൺകുട്ടിയായിരുന്നു. ആൺകുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 മാസമായപ്പോക്കും പെട്ടെന്ന് അബോർഷനായി. കാരണം ബ്ലീഡിങ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരൻസ് കറക്റ്റായിട്ട് നോക്കില്ലായിരുന്നു. നോക്കാതെ വന്നപ്പോൾ എൻ്റെ അമ്മക്ക് പെട്ടെന്ന് വയ്യാതെയായി. അവർ അരച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു. ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമോ? ഒരു നിറവേറായിട്ടിരിക്കണ ഒരു മകളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമോ? പിന്നെ ചില അമ്മായിമ്മമാരെല്ലാം ഉണ്ടാവും ഇന്നും ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നത്. അതൊരു തരം പീഡനം തന്നെയാണത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന എപ്പോഴും ഉണ്ട്, അപ്പോൾ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അന്ന് എൻ്റെ അമ്മക്ക് അങ്ങനെ സമയം, അല്ലെങ്കിൽ ഇന്നും ഉണ്ടായേനെ എൻ്റെ ചേട്ടൻ. അപ്പോൾ ഇതൊക്കെ പിന്നെ പ്രസവവും സിസേറിയൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് പ്രസവം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാവുന്നൊരു വേദന, അത് വല്ലാത്തൊരു വേദനയാണ്. അത് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ പറയണമെന്ന് ഒരു സ്ത്രീകൾക്കും വാക്കുകൾ ഉണ്ടാവില്ല. അതിനു വേണ്ടി അവര് അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു കുഞ്ഞിന് ജന്മം, അതായത് വയറ്റിലായിരിക്കുന്ന 1-ാം മാസം തുടങ്ങി 9-ാം മാസം വരെ അവൾക്ക് ഉറക്കം കറക്റ്റായിട്ട് ഉണ്ടാവില്ല. കാലുവേദന, ബാത്റൂമിൽ ഇരിക്കാൻ വേണ്ട, വെറുതെ ഒന്നിരിക്കാൻ വളരെ ബുദ്ധിമുട്ടി 9 മാസം വരെയും കൊണ്ടുവന്നെത്തിച്ച് ഒരു ലേബർ റൂമിൽ ചെല്ലുമ്പോഴുള്ള അവളുടെ ഒരു അവസ്ഥ, ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ്. സങ്കടമാവും നമുക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടിട്ട് എനിക്കറിയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ പ്രസവമാകുമ്പോൾ നമ്മൾ ആ സമയത്തുണ്ടാകുന്ന ആ ഭയങ്കര വേദനയുണ്ടല്ലോ, ആ വേദന കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു ആശ്വാസം കിട്ടും. കുറച്ച് മണിക്കൂറുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. മണിക്കൂറുകൾ കഴിഞ്ഞ് ആശ്വാസം കിട്ടുമ്പോൾ ഒരു കപ്പ് ചായ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് കുടിക്കാൻ പറ്റും. പക്ഷെ സിസേറിയൻ അങ്ങനെയല്ല. സിസേറിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ ഒന്നും അറിയാം. ആ സമയത്ത് ഈ നമ്മളെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന വേദന അത് ഭയങ്കരമായ ഒരു വേദന തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചരിയാൻ, ഒന്ന് നിവരാൻ, ഒന്ന് കുട്ടിക്ക് പാല് കൊടുക്കാൻ, ഇതൊന്നും നമുക്ക് സാധിക്കാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലുള്ളൊരു വേദനയാണ് പ്രസവ സമയത്ത്. കുട്ടി പുറത്തേക്ക് വരുന്ന ആ ഒരു വേദന ഈ സിസേറിയൻ കഴിയും ആ ഒരു രണ്ടും വേദനകൾ തന്നെയാണ്. കാരണം അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് ബെഡിൽ നിന്ന് ഒന്ന് പയ്യെ ഒന്ന് എഴുന്നേക്കണത് തന്നെ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് 2-3 ദിവസം കഴിയുമ്പോൾ ഒന്ന് പയ്യെ, അത് സ്റ്റൂള് കസേരൊക്കെ വെച്ചിട്ട് വേണം. ഇപ്പൊ സിസേറിയൻ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം അത്രയും വിഷമിച്ചിട്ടും ഒക്കെ തന്നെയാണ് ഓരോ അമ്മമാരും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണത്. അതും വെറുതെ ലാഘവത്തോടു കൂടെ അഖിൽമാരാർ ഒരിക്കലും കാണരുത്. കേട്ടില്ലേ? സിസേറിയൻ അത്ര മോശം, സുഖപ്രസവമാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒട്ടും ചെറുതാക്കി ഒട്ടും കാണരുത്. ഒരു സ്ത്രീയെയും ഒട്ടും ചെറുതാക്കി കാണരുത്. വല്ലാതെ ചെറുതാക്കിയാണ് ഇപ്പോൾ ഈ അഖിൽമാരാർ ഈ വീഡിയോ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സിസേറിയനും പ്രസവവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനീ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം, അത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രസവ വേദനയും അനുഭവിക്കുന്നത്. ഈ സിസേറിയൻ്റെ വേദനയും ഒരമ്മ അനുഭവിക്കുന്നത് സ്വന്തം ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കരച്ചിൽ, അല്ലെങ്കിൽ അതിൻ്റെ അമ്മയെന്നുള്ള വിളി പിന്നീടുള്ള കാലത്ത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഏതൊരു അമ്മയും അത്രയും വേദന അടക്കി പിടിച്ചിട്ട് പ്രസവം അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യണത്. അപ്പോൾ അഖിൽമാരാറിന് ഒത്തിരി തെറ്റുപറ്റിപ്പോയി. സത്യം പറഞ്ഞാൽ താങ്കൾ മാപ്പ് തന്നെ ചോദിക്കണം. താങ്കൾ ഈ വിഡ്ഢിത്തം ഇനിയെങ്കിലും നിർത്തൂ. പിന്നെ ഈ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ കാര്യമാണ്. കാരണം ഒരു കല്യാണം, ഇപ്പം എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറ്, ഒരു കല്യാണമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ കല്യാണമൊന്നും അല്ല, ഒരു ജോലി. താൻ സ്വന്തം കാലിൽ നിൽക്കണം. എന്നിട്ട് വേണം കല്യാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചോ അത് അവർ ചിന്തിക്കണം. സ്വന്തം അമ്മമാർക്ക് പോലും പറയാൻ പാടില്ല ഒരു പെൺകുട്ടി താൻ ഇന്ന ആളെ കല്യാണം കഴിക്കണം, പിന്നെ അതുപോലെ ഇന്ന സമയത്ത് പ്രസവിക്കണം, ഇന്ന സമയത്ത് ഗർഭിണിയാവണം എന്നൊരു അച്ഛനമ്മയും പറയേണ്ട ആവശ്യമില്ല. അത് അവർക്കറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം. അപ്പോൾ ആദ്യം കല്യാണം പ്രസവമൊന്നും അല്ല, ആദ്യം ജോലിയാണ് പെൺകുട്ടികൾക്ക് വേണ്ടത്. പിന്നെ അവർക്കറിയാം എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത്, ഏത് നിമിഷം എന്നൊക്കെ അവർക്കറിയാം. പിന്നെ നാം പാതി ദൈവം പാതി എന്നല്ലേ.
പിന്നെ ചിലവർക്ക് അങ്ങനെ ഒരു സമയം ഇപ്പോൾ ഒത്തിരി എനിക്ക് ഒത്തിരി അറിയണ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, എന്നും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണ ആൾക്കാർ. അവർക്കൊക്കെ സത്യത്തിൽ ഉണ്ടാവും ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനും വാക്കുകളില്ല കേട്ടോ. വളരെ ഈ അഖിൽ മാരാർ പറഞ്ഞു വെച്ചിരിക്കണ കാര്യങ്ങൾ അങ്ങനെ അത്രത്തോളമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് പറയാനുള്ള വാക്കുകളെ കിട്ടുന്നില്ല. കാരണം എനിക്കത്രയും സങ്കടം തോന്നുന്നുണ്ട്. ഒരു പ്രസവം ഇത്ര ലാഘവമായിട്ട് ഒരു പൂ പറിക്കണ പോലെ ആക്കി കളഞ്ഞതിൽ. അപ്പോൾ അഖിൽ മാരാർ ഇത് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. ഒരു സ്ത്രീയെയും എല്ലാ സ്ത്രീകളെയും വളരെ അപമാനിച്ചിട്ടുള്ള രീതിയിലുള്ള താങ്കളുടെ സംസാരം ഒട്ടും തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. താങ്കൾ മാപ്പ് ചോദിക്കണം, ചോദിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ താങ്കളൊന്ന് പ്രസവിച്ച് കാണിക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.